إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن يقتل مؤمنا متعمدا فجزاؤه جهنم خالدا فيها وغضب الله عليه ولعنه وأعد له عذابا عظيما. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം, ഇന്ന് ഫാഷിസം വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിഭാഗീയതയുടെയുമൊക്കെ വിഷം പുരട്ടുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന് കേരളം തെളിയിച്ച ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അബ്ദുറഹീം എന്ന ഒരു മലയാളി സഹോദരന് വേണ്ടി ജാതിയോ മതമോ ഒന്നും നോക്കാതെ 34 കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ബ്ലഡ് മണിക്ക് വേണ്ടി കേരളം പിരിച്ചു നൽകിയത്. ആ ഒരു ഉമ്മയുടെ തേങ്ങലും അദ്ദേഹത്തിന്റെ നിസ്സഹായാവസ്ഥയും മനസ്സിലാക്കി എല്ലാ മതസ്ഥരും ഒന്നിച്ചാണ് അത് പൂർത്തീകരിച്ചത്. ഇത്തരമൊരവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുവോളം, ഈ സാഹചര്യം നിലനിൽക്കുവോളം ആളുകൾ വിഭാഗീയമായി തിരിയണം, വർഗീയമായി തിരിയണം, ആളുകൾക്കിടയിൽ മതത്തിന്റെ പേരിൽ വിദ്വേഷമുണ്ടാവണം, വെറുപ്പുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ നിരാശ ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. എന്നാൽ ഇതിനിടയിലും ഈ ഒരു വിഷയത്തെ ഇസ്ലാമിക വിമർശനത്തിലേക്കും സൗദി അറേബ്യ എന്ന രാജ്യത്തെ വിമർശിക്കാനും അത്തരം വിമർശനങ്ങളിലേക്കൊക്കെ വലിച്ചിടാൻ ചിലർ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. സത്യത്തിൽ ഇത്തരം വിമർശനങ്ങൾ പലതും കടന്നു വരുമ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ സത്യം മനസ്സിലാക്കാനാണ്
പലതും വിവാദമാക്കപ്പെടുമ്പോൾ അത് ഉപകരിക്കുക. ഈ വിഷയവും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ വധശിക്ഷയെ സംബന്ധിച്ചും അത് പരസ്യമായി നടപ്പാക്കുന്നതിനെ പറ്റിയും അത് മനുഷ്യത്വത്തിനെതിരാണ് എന്നുള്ള വാദങ്ങളും വിവാദങ്ങളുമൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉയർത്തിക്കൊണ്ടുവരാറുണ്ട്. ഇസ്ലാമികമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ 5 കാര്യങ്ങളുടെ സംരക്ഷണം ഇസ്ലാം ഗൗരവത്തോടുകൂടി കാണുന്നുണ്ട്. അതിന് അറബിയിൽ പറയുക, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ പറയുക, അൽ കുല്ലിയാത്തുൽ ഖംസ് എന്നാണ്. അൽ കുല്ലിയാത്തുൽ ഖംസ് എന്നാ പറയാം. അതിലൊന്ന് ഒരു വ്യക്തിയുടെ മതമാണ്, 2 അവന്റെ ജീവനാണ്, 3 അവന്റെ ബുദ്ധിയാണ്, 4 അവന്റെ കുടുംബ പരമ്പരയും, 5 അവന്റെ സമ്പത്തുമാണ്. ഇത് പവിത്രമായി ഇസ്ലാം ഗണിക്കുകയും ഇവയ്ക്ക് തടസ്സമാകുന്ന എല്ലാത്തിനെയും ഇസ്ലാം വലിയ പാതകമായി കാണുകയും ചെയ്യുന്നുണ്ട്. അതില് മതം എന്ന് പറയുമ്പോൾ ഇസ്ലാം ഏറെ ഗൗരവത്തിൽ കാണുന്ന ശിർക്കിനെയാണ്. അതേപോലെ തന്നെ രണ്ടാമത് പറയുന്നത് ജീവനാണ്. അതിലേറ്റവും വലിയ പാതകം എന്ന് പറയുന്ന ജീവൻ ഹനിക്കൽ കൊലപാതകമാണ്. അതേപോലെ തന്നെ ബുദ്ധിക്ക് ഹാനികരമാകുന്ന ലഹരി, അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളുടെ പവിത്രത കളയുന്ന വ്യഭിചാരം പോലെയുള്ള കാര്യങ്ങൾ, സമ്പത്ത് തട്ടിയെടുക്കുക, മോഷണം പോലെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ്. മാത്രമല്ല ഇതിലേക്ക് വഴിവെക്കുന്ന കാര്യങ്ങളെയും ഇസ്ലാം അതിഗൗരവത്തോടുകൂടിയാണ് കാണുന്നത്. വ്യഭിചാരത്തെ മ്ലേച്ഛവൃത്തി എന്ന് പറയുമ്പോൾ തന്നെ ആ വ്യഭിചാരത്തിന്റെ വഴികളെ മുഴുവൻ ഇസ്ലാം അടയ്ക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ കൊലപാതകത്തിന്റെ ശിക്ഷ വിധിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിലർ പറയും ഇസ്ലാം അങ്ങനെയാണ്, തലവെട്ടുന്ന മതമാണ്, ഇങ്ങനെയുള്ള മതമാണെന്ന് പറയും. പക്ഷേ ഈ ഒരു വിഷയം എടുത്തു നോക്കിയാൽ തന്നെ കൊലപാതകത്തിന്റെ ശിക്ഷ വിധിക്കുമ്പോൾ തന്നെ നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇസ്ലാം മനുഷ്യ ജീവന്റെ വില പഠിപ്പിക്കുന്നു. പാരത്രിക ശിക്ഷയെപ്പറ്റിയുള്ള മുന്നറിയിപ്പ് ഇസ്ലാം നൽകുന്നു. അപ്പൊ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ ഒരായത്തിന്റെ ശകലം ഇങ്ങനെയാണ്: വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീആ. ആരെങ്കിലും ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്തിയാൽ അവൻ മുഴുവൻ ആളുകളുടെയും ജീവൻ രക്ഷപ്പെടുത്തിയവനെ പോലെയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഒരാളുടെ ജീവൻ അന്യായമായി അപഹരിച്ചാൽ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസായിലെ 93-ാം വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്: വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നമു ഖാലിദൻ ഫീഹാ വഗളിബല്ലാഹു അലൈഹി വലഅനഹു വഅഅദ്ദ ലഹു അദാബൻ അളീമാ. വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദ, ആരെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യനെ ബോധപൂർവം കൊലപ്പെടുത്തിയാൽ ഫജസാഉഹു ജഹന്നം, അവന്റെ കേന്ദ്രം, അവന്റെ ശിക്ഷ നരകമാണ്. ഖാലിദൻ ഫീഹാ, അവൻ അതിൽ ശാശ്വതനാണ്. വഗളിബല്ലാഹു അലൈഹി, അവന്റെ മേൽ അല്ലാഹു കോപിക്കുന്നതാണ്. വലഅനഹു, അല്ലാഹു അവനെ ശപിക്കുന്നതാണ്. വഅഅദ്ദ ലഹു അദാബൻ അളീമാ, ഘോരമായ ശിക്ഷ അവന് നൽകുന്നതാണ്. കണ്ടോ, ശക്തമായ ശിക്ഷയെപ്പറ്റി ഇസ്ലാം മുന്നറിയിപ്പ് നൽകുകയാണ്. അതുപോലെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ പ്രഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യം, മനുഷ്യ ജീവന്റെ വില എത്രമാത്രം വലുതാണ് എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗമധ്യേ പറഞ്ഞു: ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാലക്കും അലൈക്കും ഹറാം. നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം അത് പവിത്രമാകുന്നു. ഏതുപോലെ? കഹുർമത്തി യൗമിക്കും ഹാദാ, ഈ ദുൽഹിജ്ജയിലെ ഈ പവിത്രമായ ദിനത്തെ പോലെ, ഫീ ഷഹരിക്കും ഹാദാ, ഈ പവിത്രമായ മാസത്തിന്റെ പവിത്രത പോലെ, വഫീ ബലദിക്കും ഹാദാ, മക്ക എന്ന ഈ പവിത്രമായ നാടിന്റെ ഹുർമത്ത് പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ രക്തത്തിന് വില കൽപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന കുറ്റം ഏതാണെന്നറിയുമോ? കൊലപാതകമാണ്. കുറ്റം കൊലപാതകമാണ്. ആ കൊലപാതക വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അവ്വലു മാ യുഖ്ലാ ബൈനന്നാസി യൗമൽ ഖിയാമത്തി ഫിദ്ദിമാ. മുത്തഫഖുൻ അലൈഹി ആയി വന്ന ഹദീസാണ്. അതായത് നാളെ പരലോകത്ത്
ആദ്യമായി വിചാരണയ്ക്ക് എടുക്കപ്പെടുന്ന കുറ്റകൃത്യം അത് കൊലപാതകമാണെന്നാണ്. ഇതൊക്കെ ആ വിഷയത്തിൽ എത്രമാത്രം അതിനെ ഗൗരവത്തിൽ കാണണമെന്ന് പഠിപ്പിക്കുന്ന നബിവചനങ്ങളാണ്. ഇത്രയെല്ലാം മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ഒരാൾ കൊലപാതകത്തിൽ ഏർപ്പെടുന്നുവെങ്കിൽ തക്കതായ ശിക്ഷ അവന് കൊടുക്കുക എന്നുള്ളത് നീതിയുടെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഫഹുകുമൽ ജാഹിലിയ്യതി യബ്ഗൂൻ, ജാഹിലിയ്യത്തിന്റെ വിധിയാണോ അവർ ആഗ്രഹിക്കുന്നത്, അവർ പ്രതീക്ഷിക്കുന്നത്? വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമി യൂഖിനൂൻ, അല്ലാഹുവിന്റെ വിധിയേക്കാൾ മനോഹരമായ വിധി വേറെ എന്തുണ്ട്? ദൃഢമായി വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മോഷണം നടന്നാൽ ഒരാളുടെ കൈവെട്ടുക എന്നുള്ള ഇസ്ലാമിന്റെ വിധിയാണ്. അതെന്തൊരു വിധിയാണ് എന്നൊരു മുസ്ലിം ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലെന്നാ. കാരണം അത് അള്ളാഹുവിന്റെ വിധിയെ വെല്ലുവിളിക്കലാണ്. ഒരാൾ ബോധപൂർവ്വം ഒരു കൊലപാതകം നടത്തിയിട്ട് അവൻ ഇസ്ലാമിക ശിക്ഷ വിധിക്കുകയും അവന്റെ തലവെട്ടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തൊരു ശിക്ഷയാണ് എന്നൊരു മുസ്ലിം ചിന്തിക്കാൻ പാടില്ല. കാരണം എന്താ? അത് പ്രവാചകൻ നടപ്പാക്കിയതല്ല, അള്ളാഹുവിന്റെ വിധിയാണ്, അത് ദീനിന്റെ വിധിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അത് മാത്രമല്ല, പ്രതിക്രിയ എന്നുള്ളത് നീതിയാണ്. നമ്മൾ പറയും വധശിക്ഷ അത് മനുഷ്യത്വത്തിനെതിരാണ്, അങ്ങനെ ഒരാളെ കൊല്ലാൻ പാടുണ്ടോ? എന്നാൽ ഒരു പട്ടിയെ കൊല്ലാൻ ശ്രമിച്ചാൽ അവിടെ പ്രശ്നമാണ്, നമ്മുടെ നാട്ടിൽ പ്രശ്നമാണ്. ഒരു മനുഷ്യന്റെ വിഷയത്തിലോ അവിടെ പ്രശ്നമില്ല. വിശുദ്ധ ഖുർആൻ പ്രതിക്രിയയുടെ ഖിസാസിന്റെ ആയത്തുകൾ അവതരിപ്പിച്ചപ്പോ പറഞ്ഞൊരു കാര്യം, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞു. പല്ലിന് പല്ല്, ചെവിക്ക് ചെവി, കണ്ണിന് കണ്ണ്, അങ്ങനെ ഓരോന്നും പറഞ്ഞു. ഒരു മനുഷ്യനെ കൊന്നാൽ 10 പേരെ തിരിച്ചു കൊല്ലലല്ല, മറിച്ച് അയാൾക്കെതിരെ പ്രതിക്രിയ എടുക്കലാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലൂടെ പറയുന്നു, വലക്കും ഫിൽ ഖിസ്വാസി ഹയാതുൻ യാ ഉലിൽ അൽബാബ് ലഅല്ലക്കും തത്തഖൂൻ, അല്ലയോ ബുദ്ധിയുള്ളവരെ, വിവരമുള്ളവരെ, തീർച്ചയായും പ്രതിക്രിയ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ജീവിതമുണ്ടെന്നാ പറഞ്ഞത്. തുല്യ ശിക്ഷ നൽകുന്നതിലാണ് ജീവിതത്തിന്റെ നിലനിൽപ്പ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാം. പരസ്യമായി കൊന്നിട്ട് ഒരു പ്രശ്നമില്ലാതെ നാട്ടിൽ കൂടെ ഇറങ്ങി നടക്കാൻ, ഇരയ്ക്ക് നീതി ലഭിക്കുന്നില്ല. മഹാനായ സലഫ് പണ്ഡിതൻ അബുൽ ആലിയ റഹിമഹുള്ള ഒരിക്കൽ പറഞ്ഞു, ജഅലല്ലാഹുൽ ഖിസാസ ഹയാതൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രതിക്രിയ നിശ്ചയിച്ചത് അത് ജീവിതമായിട്ടാണ്, അത് ജീവിതമായിട്ടാണ്. എന്നിട്ട് പറഞ്ഞു, ഫകം മിൻ റജുലിൻ യുരീദു അൻ യഖ്തുൽ, എത്ര മനുഷ്യന്മാരുണ്ടെന്നറിയോ, അവർ കൊലപാതകം ആഗ്രഹിക്കുന്നുണ്ട്, പലരെയും കൊല്ലണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഫതംനഉഹു മഖാഫത അൻ യുഖ്തൽ, അവൻ പരസ്യമായി ഇതുപോലെ കൊല ചെയ്യപ്പെടുമോ എന്നുള്ള പേടി കൊണ്ട്, ആ ഭയം കൊണ്ടാണ് പലരും കൊലപാതകം നിർവഹിക്കാത്തത് എന്ന്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ശിക്ഷ കൃത്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. മനുഷ്യനിർമ്മിത ശിക്ഷാവിധികളുടെ ദൗർബല്യം എത്ര വലുതാണ് എന്ന് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല നാട്ടിലും പല ഇരകളും നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച, പല വിധികളിലും നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല, ശക്തമായ ശിക്ഷ വിധിക്കുമ്പോഴാണ് സത്യത്തിൽ അവിടെ നീതി നടപ്പാക്കപ്പെടുന്നതും നീതി ലഭിക്കപ്പെടുന്നതും. പക്ഷേ ഇത്രയെല്ലാം ശിക്ഷ വിധിക്കപ്പെട്ടിട്ട് പോലും നമുക്കറിയാം മനുഷ്യന്മാർ പിന്നെയും ചെയ്തു കൂട്ടുന്ന ക്രൂരകൃത്യങ്ങളെ സംബന്ധിച്ച്. ഒരാൾ കൊലപാതകം ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ 3 അവസ്ഥകളാണ് ആ പ്രതിക്ക് മുമ്പിലുള്ളതെന്ന. ഒന്ന്, കോടതിയിൽ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് വധശിക്ഷ വിധിക്കപ്പെടും. ഇനി വധശിക്ഷ കോടതി വിധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബന്ധുക്കൾ സമ്മതിക്കുകയാണെങ്കിൽ മോചന ദ്രവ്യം നൽകി അവർക്ക് അതിൽ നിന്ന് മോചിതരാകാം. അതാണ് അബ്ദുറഹീമിന്റെ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇനി അതൊന്നുമില്ലാതെ ബന്ധുക്കൾ കുറ്റവാളിക്ക് മാപ്പ് നൽകുകയും ചെയ്യാം. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ ഏറ്റവും ഊന്നി പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ ആരെങ്കിലും കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് മാപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാപ്പ് നൽകുന്നതാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഇസ്ലാമിന്റെ മാനവികമായ മുഖമാണ്. പക്ഷേ ക്രൂരകൃത്യം ചെയ്ത ഒരാളെ വെറുതെ വിടുക എന്നുള്ളത് നീതിയുടെ ഭാഗമല്ലല്ലോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിധി കൃത്യമായി അവർക്ക് ശിക്ഷ നൽകുക എന്നുള്ളത് തന്നെയാണ്. ഇസ്ലാമിന്റെ ഇത്തരം മേഖലകളെ സംബന്ധിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഇസ്ലാമിന്റെ മനോഹാരിതയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനും ദീനും കൂടുതൽ പഠിക്കാനും അറിയാനും അറിഞ്ഞതനുസരിച്ച് അമലുകൾ ചെയ്യാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. നമുക്കറിയാം, ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ആരംഭിച്ചപ്പോൾ ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും മക്കയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നു. പ്രവാചകന്റെ മുമ്പിൽ തന്റെ അനുയായികൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു. നിവൃത്തിയില്ലാതെ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ അബിസ്സീനിയയിലേക്ക് ഹിജറ പോയിക്കൊള്ളുക, എത്യോപ്യയിലേക്ക് ഹിജറ പോയിക്കൊള്ളുക. നിങ്ങൾക്ക് അവിടെ സ്വസ്ഥമായി ജീവിക്കാം, സമാധാനത്തോടുകൂടി ജീവിക്കാം. നമ്മളവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരെയുള്ള എത്യോപ്യയിലേക്ക് തന്റെ അനുയായികളെ പറഞ്ഞയക്കുമ്പോ ആ നാട് ഒരു ഇസ്ലാമിക രാജ്യമല്ല, അതല്ലെങ്കിൽ ഇസ്ലാമിനോട് താൽപര്യം കാണിക്കുന്ന ഒരു രാജ്യവുമല്ല, മറിച്ച് ഒരു ക്രൈസ്തവ രാജ്യമാണ്. ഒരു ക്രൈസ്തവനായ ഭരണാധികാരിയാണ് അവിടെ ഭരണം നടത്തുന്നത്. എന്നിട്ട് പോലും ഒരു ക്രൈസ്തവ മതത്തിൽ അധിഷ്ഠിതമായ ഒരു നാട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെ അവരുടെ ദീനനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞയക്കുകയാണ്, അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞയക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കാൻ ഒരു ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാകണമെന്നില്ല. ആ രാജ്യത്ത് സ്വസ്ഥതയും സമാധാനവും തന്റെ വിശ്വാസം ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടണം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഏറ്റവും നന്നായി ലഭിച്ചുകൊണ്ടിരുന്ന ഒരു നാടാണ് നമ്മൾ പിറന്ന നാട്. പക്ഷെ ആ സ്വാതന്ത്ര്യം ഹനിക്കുന്ന വിധത്തിൽ ഇന്ത്യയുടെ മതനിരപേക്ഷതയേക്ക് വെല്ലുവിളി ഉണ്ടാകുന്ന രൂപത്തിൽ ഉള്ള ശ്രമങ്ങളും ഗൂഢമായ കുതന്ത്രങ്ങളും വിഭാഗീയതയും വെറുപ്പുമൊക്കെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കുറെ കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മതസ്വാതന്ത്ര്യവും പോലും നമ്മുടെ വിശ്വാസം പോലും നഷ്ടപ്പെടുന്ന രൂപത്തിൽ, വിശ്വാസ സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള നിയമങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അടുത്ത വെള്ളിയാഴ്ചയാണ്. സഹോദരങ്ങളെ, ഒരു രാഷ്ട്രീയമല്ല പറയുന്നത്, പക്ഷേ നമ്മുടെ നാട് ഒരു ഭീതിയിൽ, ഒരാശങ്കയിൽ നിലനിൽക്കുമ്പോൾ ഒരു പൗരന്റെ ഏറ്റവും വലിയ അവകാശം, മൂല്യമുള്ള അവകാശം, വോട്ട് എന്ന് പറയുന്നത് വിലപ്പെട്ടതാണ്. അത് ഉപയോഗപ്പെടുത്തുന്നതിൽ നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഇത്തരം ഫാസിസ്റ്റ് ശക്തികളെ അധികാരത്തിൽ നിന്നില്ലായ്മ ചെയ്യാൻ വേണ്ടി തീർച്ചയായും വിലപ്പെട്ട ആ അവകാശത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഒരു വെള്ളിയാഴ്ചയായതുകൊണ്ട് പോണോ പോകണ്ടേ എന്നുള്ള ശങ്ക ഒരിക്കലും ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ വീട്ടിലുള്ളവരെ, വോട്ട് ചെയ്യേണ്ടവരെയൊക്കെ രാവിലെ തന്നെ പറഞ്ഞയച്ച് വേണ്ട ഏർപ്പാടുകൾ നമ്മൾ ചെയ്യണം. അത്രയും പ്രധാനപ്പെട്ട, രാജ്യം വളരെ ഉറ്റുനോക്കുന്ന ഒരു ഇലക്ഷനാണ് നടക്കാൻ പോകുന്നത്. ആ വിഷയത്തിൽ ഒരു അവബോധം തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. ആ ഒരു വോട്ട്, സമ്മതിദാന അവകാശം ഏറ്റവും ഫലപ്രദമായി, ഏറ്റവും വിവേകപൂർവം ഉപയോഗപ്പെടുത്തേണ്ട ഒരു സമയം കൂടിയാണ്. നമ്മൾ എത്രമാത്രം ഒരുങ്ങിയാലും, നമ്മൾ എത്രമാത്രം സജ്ജമായാലും, ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് എത്ര വലിയ ഒരുക്കം നടത്തിയാലും, എത്ര വലിയ സജ്ജീകരണം നടത്തിയാലും അള്ളാഹുവിന്റെ തൗഫീക്ക് ഇല്ലാതെ ഒരിക്കലും സഹായമുണ്ടാവുകയില്ല എന്നുള്ളതാണ്. ശത്രു പരാജയപ്പെടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഫിർഔനെ മൂസാ നബി അലൈഹിസ്സലാം പരാജയപ്പെടുത്തിയത് ആയുധ ശക്തി കൊണ്ടല്ല. ബദറിൽ മുസ്ലിങ്ങൾ ശത്രുക്കളെ പരാജയപ്പെടുത്തിയത് ആയുധ ശക്തി കൊണ്ടായിരുന്നില്ല. നമ്രൂദിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരാജയപ്പെടുത്തിയത് ആയുധ ശക്തി കൊണ്ടായിരുന്നില്ല. ചരിത്രങ്ങൾ അങ്ങനെയാണ്. അള്ളാഹുവിന്റെ തൗഫീക്ക് വേണം, പ്രാർത്ഥനയുണ്ടാകണം. നമ്മുടെ നാട് ആ വിശ്വാസ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കാൻ വേണ്ടി, സമാധാനത്തോടുകൂടി നിലനിൽക്കാൻ വേണ്ടി, അബ്ദുറഹീമിന് വേണ്ടി ജാതിയും മതവും ദേശവും ഒന്നും നോക്കാതെ
ആളുകൾ ഒരുമിച്ചുകൂടിയതുപോലെ ഒറ്റ മനസ്സായി നിലനിൽക്കുവാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥനയ്ക്കുത്തരം കിട്ടുന്ന വേളകളിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക കൂടി ചെയ്യേണ്ട സമയങ്ങളാണ് സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹത്തോടുകൂടി ഒരുമയോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് നമ്മുടെ നാടിന് പ്രദാനം ചെയ്യുമാറാവട്ടെ. നിർഭയത്വം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആളുകളെ വർഗീകരിക്കാനും വിഭാഗീയമായി തമ്മിലടിപ്പിക്കാനും വിദ്വേഷം വാരിവിതറാനും ശ്രമിക്കുന്ന ഇത്തരം ദുശക്തികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയം നൽകുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അധികാരധ്വരമൂത്ത ആളുകൾ പാവങ്ങളായ ആളുകളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, രക്തം ചിന്തിക്കൊണ്ടിരിക്കുന്നു, നിഷ്ഠൂരമായി കൊല ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്തരം നിഷ്ഠൂര ശക്തികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാം കാക്കുമാറാവട്ടെ. അവർക്കെല്ലാം സമാധാനം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. പലസ്തീനിന്റെ അവസ്ഥയറിയാം. അല്ലാഹു ആ പീഡിതരായ ജനങ്ങൾക്ക് എത്രയും വേഗം സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. ക്രൂരന്മാരായ അധികാരികളെ അല്ലാഹു പാഠം പഠിപ്പിക്കുമാറാവട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് നമുക്ക് മുമ്പേ റബ്ബിലേക്ക് മടങ്ങിയവർക്ക് അല്ലാഹു പൂർണ്ണമായ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവർക്കും നമുക്കും നാളെ സ്വർഗത്തിൽ ഒത്തുചേരാനുള്ള മഹാഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا توفنا مسلمين والحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون.